നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കത് ഓർക്കുമ്പോ തന്നെ ഒരുമാതിരി ആവും. അല്ല, മേഡത്തിന് ഇതെന്താ പറ്റിയത്? പബ്ലിക് പ്ലേസ് അല്ലേ, നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും? അങ്ങനെയാണോ കാര്യം? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല സർ. അല്ല സാർ, ഈ പറഞ്ഞ ഭാര്യയെ കണ്ട എങ്ങനെ ഇരിക്കും? എന്റെ ഭാര്യയല്ലേ, അവള് മേഡത്തെ പോലൊന്നുമല്ല, അവൾ ഒരു ദേവതയാ. ദേവതയെന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും? അതെങ്ങനെ ഇരിക്കും ചോദിച്ചാല്, നിന്നാൽ പൂച്ചെടി, നടന്നാൽ പൂക്കാവടി, മിണ്ടിയാൽ തേൻമഴ, ചിരിച്ചാൽ വർണ്ണമഴ. മൊത്തത്തിൽ ദേവത എന്ന് പറഞ്ഞാ പോരാ, ദേവതമാരുടെ ദേവത. ഓ, അങ്ങനെയായിരുന്നോ? പക്ഷെ സാറേ, ഒരു ഡൗട്ട്. ഈ ദേവതമാരെല്ലാം അങ്ങ് ആകാശത്ത് സ്വർഗത്തിലല്ലേ? അതിലൊരു ദേവതയെ സാറിന് എങ്ങനെ കിട്ടി ഭാര്യയായിട്ട്? മേഡം, എന്റെ ഭാര്യയും അങ്ങ് ആകാശത്തിലിരിപ്പുണ്ട്, ദേവഗണങ്ങൾക്കിടയില്. എന്നിട്ട് എന്റെ സൗന്ദര്യവും മിടുക്കും അറിവും ഒക്കെ കണ്ടിട്ട് ആ ദേവത പതുക്കെ ഇങ്ങിറങ്ങി പോന്നു, ഭൂമിയിൽ വന്ന് എന്നെ കല്യാണം കഴിച്ചു. സത്യം പറയാലോ മേഡം, അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല. അവളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തിന്? അവളല്ലാതെ വേറൊരു ചിന്ത പോലും എനിക്കിപ്പോ ഇല്ല. സത്യം പറഞ്ഞാ മേഡമൊക്കെ എന്റെ ഭാര്യയെ കണ്ടുപിടിക്കണം. അവളെ ഒരു റോൾ മോഡൽ ആക്കാൻ കൊള്ളാം. മതി മതി. എന്തായി കാണിക്കുന്നത്? ഉറക്കം വരുന്ന കഥ പോലെയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്റെ ജീവിതമാണ്. എന്റെ ദേവതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും പോരാ, ഇപ്പൊ കോട്ടുമായിട്ട് എന്നെ കളിയാക്കുന്നു. എന്റെ ദേവതയ്ക്ക് മാത്രം ഉമ്മ വയ്ക്കാനുള്ള കവിളിലാ മേഡം കയറി ഉമ്മ വെച്ചത്. തുടച്ചുകളയട്ടെ, എല്ലാം തുടച്ചുകളയണം. എന്റെ ദേവതയ്ക്ക് മാത്രം ആവശ്യപ്പെട്ട ശരീരം അത്. ഹലോ മിസ്റ്റർ, അങ്ങനെ തുടച്ചു എന്ന് കരുതി ഞാൻ തന്ന മുത്തം ഒന്നും പോകില്ല. അത് പോകണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അതെങ്ങനെ?